ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 27-കാരനായ തമിഴ്നാട് സ്വദേശിക്ക് മാർസ്ലീവ മെഡിസിറ്റി പാലായിൽ നടത്തിയ സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കൊടുവിൽ പുനർജന്മം. 2025 ഓഗസ്റ്റ് 28-ന് നടന്ന ബൈക്ക് അപകടത്തിന് ശേഷം ഗുരുതരാവസ്ഥയിലാണ് യുവാവിനെ മാർസ്ലീവ മെഡിസിറ്റിയിൽ എത്തിച്ചത്. അത്യാഹിത വിഭാഗത്തിലെ ചികിത്സയ്ക്കും സ്കാനിങ്ങിനുമൊടുവിൽ ആദ്യ പരിശോധനയിൽ തന്നെ പാൻക്രിയാസിന്റെ മധ്യഭാഗം ചതവ് പറ്റിയതായും ഇടത് വൃക്കയ്ക്ക് ഗുരുതര പരിക്കും നിരവധി ആന്തരിക പരിക്കുകളും അമിത രക്തസ്രാവവും ഉള്ളതായും സർജിക്കൽ ഗാസ്ട്രോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ മഞ്ജുരാജ് KP കണ്ടെത്തി. ആന്തരിക പരിക്കുകൾ മൂലം വയറിനകത്ത് രക്തം കെട്ടിക്കിടക്കുന്നതിനെ തുടർന്ന് മാർസ്ലീവ മെഡിസിറ്റിയിലെ റേഡിയോ ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇമേജിംഗ് വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ രാജേഷ് ആന്റണി ഇന്റർനാഷണൽ റേഡിയോളജി പ്രൊസീജിയറിലൂടെ അടിയന്തരമായി പിക്ട്രൈൽ ഡ്രെയിൻ സ്ഥാപിച്ചു. പാൻക്രിയാസിന് ഉണ്ടായിരുന്ന ശക്തമായ ചതവിന്റെ ഫലമായി പാൻക്രിയാറ്റിക് ഫ്ലൂയിഡ് ലീക്ക് ആകുന്നതും ആന്തരിക പരിക്കുകൾ മൂലം വയറിനകത്ത് രക്തം കെട്ടിക്കിടക്കുന്നതും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചതോടെ അവയവങ്ങളുടെ പ്രവർത്തനവും ജീവനും സംരക്ഷിക്കുന്നതിന് ഡോക്ടർ മഞ്ജുരാജ് KPയുടെ നേതൃത്വത്തിൽ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിയുടെയും പെരിറ്റോണിയൽ ഡ്രെയിനേജും അടക്കമുള്ള അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തുകയായിരുന്നു. മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ മഞ്ജുരാജ് KPയുടെ നേതൃത്വത്തിൽ സർജിക്കൽ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റുമായ ഡോക്ടർ AG ഹരിശങ്കർ, ഡോക്ടർ കിരൺ നാഥ് AV എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ചികിത്സ പൂർത്തീകരിച്ചത്. അനസ്തേഷ്യ വിഭാഗം സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ ലിബി G പാപ്പച്ചൻ, ഡോക്ടർ AB ജോൺ, ഡോക്ടർ ജെയിംസ് റിയേക്ക, ഇന്റർനാഷണൽ റേഡിയോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ രാജേഷ് ആന്റണി, മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ പ്രിജിത്ത് എബ്രഹാം തോമസ്, യൂറോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ വിജയ് രാധാകൃഷ്ണൻ, നെഫ്രോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ തരുൺ ലോറൻസ്, പൾമനോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ രാജ്കൃഷ്ണൻ S, ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ജോസുകുട്ടി മാത്യു എന്നിവരും മാർസ്ലീവയിലെ ചികിത്സാ സംഘത്തിന്റെ ഭാഗമായിരുന്നു. i4A ന്യൂസ്, പാലാ.